എഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ വിവേചനത്തിനെതിരെ എന്ന യൂണിറ്റിൻ്റെ ടെക്സ്റ്റ് എക്സ്പ്ലനേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് നോട്ട്സ് ആണ് നോക്കാനുള്ളത്. നോക്കിയോളൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ പ്രാക്ടീസ്ഡ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഇൻ സൗത്ത് ആഫ്രിക്ക? സൗത്ത് ആഫ്രിക്കയിൽ അല്ലെങ്കിൽ ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനം നടപ്പിലാക്കിയത് ആരാണ്? ദ ബ്രിട്ടീഷ് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ. അടുത്ത ക്വസ്റ്റ്യൻ, ഏതു സാഹചര്യത്തിലാണ് നെൽസൺ മണ്ടേലയ്ക്ക് പ്രിട്ടോറിയ വിചാരണ നേരിടേണ്ടി വന്നത്? ആൻസർ, വർണ്ണത്തിൻ്റെ പേരിൽ നൂറ്റാണ്ടുകളോളം അടിച്ചമർത്തൽ നേരിട്ട ദക്ഷിണാഫ്രിക്കൻ ജനതയുടെ മോചനത്തിനായി പോരാടിയ വ്യക്തിയാണ് നെൽസൺ മണ്ടേല. സ്വന്തം രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും മോചനത്തിനു വേണ്ടി പ്രവർത്തിച്ചതിന് അദ്ദേഹത്തിന് 3 ദശാബ്ദത്തോളം ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു. ഇൻ വിച്ച് സിറ്റുവേഷൻ വുഡ് നെൽസൺ മണ്ടേല ഹൗ ടു അണ്ടർഗോ പ്രിട്ടോറിയ ട്രയൽ എന്ന് എഴുതണം കേട്ടോ. ഏത് സാഹചര്യത്തിലാണ് നെൽസൺ മണ്ടേലയ്ക്ക് പ്രിട്ടോറിയ ട്രയൽ നേരിടേണ്ടി വന്നത്? നെൽസൺ മണ്ടേല വാസ് ദ പേഴ്സൺ ഹു ഫോട്ട് ഫോർ ദ ഇമാൻസിപ്പേഷൻ ഓഫ് ദി സൗത്ത് ആഫ്രിക്കൻസ് ഹു വെയർ ഒപ്രസ്ഡ് ബിക്കോസ് ഓഫ് ദെയർ റേസ് ഫോർ സെഞ്ചുറീസ്. അതായത് നൂറ്റാണ്ടുകളോളം നിറത്തിൻ്റെ പേരിൽ അടിച്ചമർത്തൽ അനുഭവിച്ചിരുന്ന സൗത്ത് ആഫ്രിക്കൻ ജനതയുടെ ഇമാൻസിപ്പേഷൻ എന്ന് വെച്ചാൽ മോചനത്തിനായി പോരാടിയ ഒരു വ്യക്തിയാണ് ആര്? നെൽസൺ മണ്ടേല. ഹി ഹാഡ് ടു സഫർ ഇംപ്രിസൺമെൻറ്റ്. അദ്ദേഹം തടവ് അനുഭവിച്ചിരുന്നു ഫോർ 3 decades. 3 decades എന്ന് വെച്ചാൽ ദശാബ്ദ കാലം അല്ലേ, 30 വർഷത്തോളം കാലം അദ്ദേഹം തടവ് അനുഭവിച്ചു. ഫോർ ഫൈറ്റിംഗ് ഫോർ ദ ഫ്രീഡം ഓഫ് ഹിസ് കൺട്രി ആൻഡ് ഇറ്റ്സ് പീപ്പിൾ. എന്തിനു വേണ്ടിയിട്ടാണ്? തൻ്റെ രാജ്യത്തിനെയും അവിടെയുള്ള ജനങ്ങളുടെയും സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയതിന് അദ്ദേഹം 30 വർഷത്തോളം തടവ് ശിക്ഷ അനുഭവിച്ചു എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പ്രിട്ടോറിയ ട്രയൽ അല്ലെങ്കിൽ പ്രിട്ടോറിയ വിചാരണ നേരിട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് കോണ്ടിനെൻറ്റ് ഇൻ വിച്ച് സൗത്ത് ആഫ്രിക്ക ഇസ് സിറ്റുവേറ്റഡ്. സൗത്ത് ആഫ്രിക്ക ഏത് കോണ്ടിനെൻറ്റിലാണ്, ഏത് ഭൂഖണ്ഡത്തിലാണ് സൗത്ത് ആഫ്രിക്ക? പേരിൽ തന്നെയുണ്ട്. എവിടെയാ? ആഫ്രിക്കൻ കോണ്ടിനെൻറ്റ് അല്ലേ. അടുത്തത്, ദക്ഷിണാഫ്രിക്കയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ എന്തൊക്കെയാണ്? ആഫ്രിക്കൻ വൻകരയുടെ തെക്കേ അറ്റത്ത് ഇന്ത്യൻ മഹാസമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. വൈവിധ്യമാർന്ന ഭൂപ്രകൃതി സവിശേഷതകൾ ദക്ഷിണാഫ്രിക്കയുടെ പ്രത്യേകതയാണ്. വിശാലമായ തീരപ്രദേശങ്ങൾ, വിസ്തൃതമായ സമതലങ്ങളും പീഠഭൂമികളും, ഉയർന്ന പർവ്വതനിരകൾ, വൻ നദികൾ, വെള്ളച്ചാട്ടങ്ങൾ, വരണ്ട മരുപ്രദേശം തുടങ്ങിയവ ഈ രാജ്യത്തെ വ്യത്യസ്തമാക്കുന്നു. വാട്ട് ആർ ദ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് സൗത്ത് ആഫ്രിക്ക? സൗത്ത് ആഫ്രിക്കയുടെ ജിയോഗ്രഫിക്കൽ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന്. സൗത്ത് ആഫ്രിക്ക ഈസ് എ കൺട്രി ദാറ്റ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ സദേൺ മോസ്റ്റ് ടിപ്പ് ഓഫ് ദി ആഫ്രിക്കൻ കോണ്ടിനെൻറ്റ്. ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിൻ്റെ, ആഫ്രിക്ക എന്ന് പറയുന്ന ഭൂഖണ്ഡത്തിൻ്റെ സദേൺ മോസ്റ്റ് ടിപ്പിൽ ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക. ഷെയറിംഗ് ഇറ്റ്സ് ബോർഡേഴ്സ് വിത്ത് ദ ഇന്ത്യൻ ഓഷ്യൻ ആൻഡ് ദ അറ്റ്ലാന്റിക് ഓഷ്യൻ. ഈ സൗത്ത് ആഫ്രിക്കയുടെ ബോർഡർ ഏതൊക്കെ ഓഷ്യൻസുമായിട്ട് ഷെയർ ചെയ്യുന്നു? ഇന്ത്യൻ ഓഷ്യനുമായിട്ടും അറ്റ്ലാന്റിക് ഓഷ്യനുമായിട്ടും ഷെയർ ചെയ്യുന്നു. സൗത്ത് ആഫ്രിക്ക ഹാസ് ഇറ്റ്സ് ഓൺ ഡൈവേഴ്സ് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്. സൗത്ത് ആഫ്രിക്കയ്ക്ക് അതിൻ്റേതായ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകളുണ്ട്. എന്തൊക്കെയാണ്? ബ്രോഡ് കോസ്റ്റൽ ലാൻഡ്, വിശാലമായ തീരപ്രദേശം. വാസ്റ്റ് പ്ലെയിൻസ്, വളരെ വിശാലമായിട്ടുള്ള സമതലങ്ങൾ. ആൻഡ് പ്ലേറ്റ്യൂസ്, പിന്നെ പീഠഭൂമികൾ. ലോഫ്റ്റി മൗണ്ടെയിൻ റേഞ്ചസ്, ഉയരമുള്ള പർവ്വതനിരകൾ. ഗ്രേറ്റ് റിവേഴ്സ്, വലിയ നദികൾ. വാട്ടർഫോൾസ്, വെള്ളച്ചാട്ടങ്ങൾ. ആൻഡ് ഡ്രൈ ഡെസേർട്സ്, വരണ്ട മരുപ്രദേശങ്ങൾ. ഇതൊക്കെ മേക്ക് ദിസ് കൺട്രി യൂണിക്. ഇതൊക്കെ ആ രാജ്യത്തെ മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു. അടുത്തത്, വാട്ട് അട്രാക്റ്റഡ് ദ യൂറോപ്യൻസ് ടു സൗത്ത് ആഫ്രിക്ക? യൂറോപ്യൻസിനെ സൗത്ത് ആഫ്രിക്കയിലേക്ക് അട്രാക്റ്റ് ചെയ്തത്, ആകർഷിച്ചത് എന്താണ്? The wealth from inland agrarian lands and mines, weather and human resources attracted the Europeans to South Africa. അതായത് the wealth from, സമ്പത്ത് എവിടെ നിന്നുള്ള? ഇൻലാൻഡ് അഗേറിയൻ ലാൻഡ്സ്, ഉൾനാടൻ കൃഷിഭൂമികളിലും, ആൻഡ് മൈൻസ്, ഖനികളിലും ഉള്ള വെൽത്ത്, സ്വത്തുക്കൾ അല്ലെങ്കിൽ സമ്പത്ത്. പിന്നെന്താണ്? വെതർ, അവിടുത്തെ കാലാവസ്ഥ. ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ്, മനുഷ്യ സമ്പത്ത്. ഇതൊക്കെയാണ് യൂറോപ്യന്മാരെ സൗത്ത് ആഫ്രിക്കയിലോട്ട് അട്രാക്റ്റ് ചെയ്തത്. അപ്പോൾ എൻ്റെ മലയാളം മീഡിയം എന്താ താഴെ കിടപ്പുണ്ട്? യൂറോപ്യന്മാരെ ദക്ഷിണാഫ്രിക്കയിലേക്ക് ആകർഷിച്ചത് എന്താണ്? ഉൾനാടൻ കൃഷിഭൂമികളിലും ഖനികളിൽ നിന്നുള്ള സമ്പത്ത്, കാലാവസ്ഥ, മനുഷ്യസമ്പത്ത്, ഇവ യൂറോപ്യന്മാരെ ദക്ഷിണാഫ്രിക്കയിലേക്ക് ആകർഷിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, ബിറ്റ്വീൻ വിച്ച് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോങ്ജിറ്റ്യൂഡ് ഇൻ സൗത്ത് ആഫ്രിക്ക സിറ്റുവേറ്റഡ്? ഏതൊക്കെ ലാറ്റിറ്റ്യൂഡിനും ലോങ്ജിറ്റ്യൂഡിനും ഇടയ്ക്കാണ് സൗത്ത് ആഫ്രിക്ക സ്ഥിതി ചെയ്യുന്നതെന്നാണ്. സൗത്ത് ആഫ്രിക്ക is situated between 22 degrees south and 35 degree south latitude. 22 ഡിഗ്രി തെക്ക്
35 ഡിഗ്രി തെക്ക് ലാറ്റിറ്റ്യൂഡ് അക്ഷാംശത്തിനും ആൻഡ് ഇടയിലാണ് സൗത്ത് ആഫ്രിക്ക. പിന്നെ രേഖാംശം പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ലോങ്ജിറ്റ്യൂഡ് പറയുകയാണെങ്കിൽ 16 ഡിഗ്രി ഈസ്റ്റ് ആൻഡ് 33 ഡിഗ്രി ഈസ്റ്റ്. 16 ഡിഗ്രി ഈസ്റ്റിനും 33 ഡിഗ്രി ഈസ്റ്റിനും ഇടയിലുള്ള ആ ലോങ്ജിറ്റ്യൂഡിന് ഇടയിലാണ് സൗത്ത് ആഫ്രിക്ക സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ ലാറ്റിറ്റ്യൂഡ് ലോങ്ജിറ്റ്യൂഡിന് ഇടയിലാണ്? ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ അക്ഷാംശം 22 ഡിഗ്രി തെക്ക് മുതൽ 35 ഡിഗ്രി തെക്ക് വരെ. ലോങ്ജിറ്റ്യൂഡ് എന്ന് വെച്ചാൽ രേഖാംശം 16 ഡിഗ്രി കിഴക്ക് മുതൽ 33 ഡിഗ്രി കിഴക്ക് വരെ. മനസ്സിലായോ? അടുത്തത്, വിച്ച് കൺട്രീസ് ഷെയർ ബോർഡർ വിത്ത് സൗത്ത് ആഫ്രിക്ക? സൗത്ത് ആഫ്രിക്കയായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? നമീബിയ ടു ദ നോർത്ത് വെസ്റ്റ്, വടക്കു പടിഞ്ഞാറ് നമീബിയ. ബോട്സ്വാന ആൻഡ് സിംബാവെ ടു ദ നോർത്ത്, വടക്കിൽ ബോട്സ്വാനയും സിംബാവെ, വടക്ക് ബോട്സ്വാന സിംബാവ എന്നീ 2 രാജ്യങ്ങൾ. ദെൻ മൊസാംബിക് ടു ദ നോർത്ത് ഈസ്റ്റിൽ അല്ലെങ്കിൽ വടക്ക് കിഴക്ക് മൊസാംബിക്. ദെൻ ഇസ്വാറ്റിനി അല്ലെങ്കിൽ സ്വാസിലാൻഡ് ടു ദ ഈസ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ കിഴക്ക് സൈഡിൽ ആരാണ്? ഇസ്വാറ്റിനി എന്ന് പറഞ്ഞ രാജ്യം അല്ലെങ്കിൽ സ്വാസിലാൻഡ് അങ്ങനെ പേരിലുള്ള ഒരു രാജ്യം. ഇതാണ് ആ കിഴക്ക് സൈഡിൽ. അപ്പോൾ ഇത്രയും രാജ്യങ്ങളാണ് നമ്മുടെ സൗത്ത് ആഫ്രിക്കയുടെ അതിരുകൾ. അപ്പോൾ ഇവിടെ സൗത്ത് സൈഡിൽ എന്താണെന്ന് പറഞ്ഞിട്ടില്ല. അതെന്താ? സൗത്ത് ആഫ്രിക്കയുടെ സൗത്ത് സൈഡിൽ എന്താണെന്ന് ഇവിടെ പറയാത്തതിന് കാരണം എന്താണ്? ആർക്കെങ്കിലും അറിയോ അതിൻ്റെ ആൻസർ? അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേരെ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ലൊക്കേഷൻ, ക്യാപിറ്റൽ, മേജർ സിറ്റീസ് ആൻഡ് ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻറ്റ് സൈറ്റ്സ് ഓഫ് സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയിലെ ലൊക്കേഷൻ ഏതാണ്, അതിൻ്റെ ക്യാപിറ്റൽ ഏതാണ്, മേജർ സിറ്റീസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയിലെ ഹിസ്റ്റോറിക്കലി ചരിത്രപരമായി പ്രാധാന്യമുള്ള പ്രദേശം ഏതാണ്? ഇത്രയാണ് നമുക്ക് ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ. അതിൽ ഒന്നാമത്തത് ലൊക്കേഷൻ. South Africa is situated between 22 degrees south and 35 degrees south latitude and 16 degree east and 33 degree east longitude. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ? അപ്പോൾ അത് മനസ്സിലായല്ലോ, ലൊക്കേഷൻ പറഞ്ഞു. ഇനി അതിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ സൗത്ത് ആഫ്രിക്ക ഒരൊറ്റ ക്യാപിറ്റൽ അല്ല ഉള്ളത്, 3 ക്യാപിറ്റൽസ് ആണ് ഉള്ളത്. നമ്മുടെ ടെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഏതൊക്കെയാണ്? സൗത്ത് ആഫ്രിക്ക ഹാസ് 3 ക്യാപിറ്റൽസ്. സൗത്ത് ആഫ്രിക്കയ്ക്ക് 3 ക്യാപിറ്റൽസ് ആണുള്ളത്. ദ അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റൽ ഓഫ് സൗത്ത് ആഫ്രിക്ക ഈസ് പ്രിട്ടോറിയ. സൗത്ത് ആഫ്രിക്കയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് പ്രിട്ടോറിയയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റൽ. ദ ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ ഈസ് കേപ്പ് ടൗൺ. സൗത്ത് ആഫ്രിക്കയുടെ ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കേപ്പ് ടൗൺ ആണ്. ആൻഡ് ദ ജുഡീഷ്യൽ ക്യാപിറ്റൽ ഈസ് ബ്ലംഫോണ്ടെയിൻ എന്ന് പറയുന്ന ഒരു ക്യാപിറ്റൽ ഉണ്ട്. അതാണ് സൗത്ത് ആഫ്രിക്കയുടെ ജുഡീഷ്യൽ ക്യാപിറ്റൽ. അങ്ങനെ 3 ക്യാപിറ്റൽസ് ആണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് ഉള്ളത്. ഇനി മേജർ സിറ്റീസ്, സൗത്ത് ആഫ്രിക്കയിലെ പ്രധാനപ്പെട്ട സിറ്റീസ് ഏതൊക്കെയാണ്? ജോഹന്നസ്ബർഗ്, കേപ്പ് ടൗൺ, ഡർബൻ, പ്രിട്ടോറിയ, പോർട്ട് എലിസബത്ത്, ബ്ലംഫോണ്ടെയിൻ, ഇതൊക്കെയാണ് സൗത്ത് ആഫ്രിക്കയിലെ പ്രധാനപ്പെട്ട സിറ്റികൾ. ഇനി ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻറ്റ് സൈറ്റ്സ്, സൗത്ത് ആഫ്രിക്കയിലെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാ? റോബൻ ഐലൻഡ്, അപ്പാർത്തൈഡ് മ്യൂസിയം, കാസിൽ ഓഫ് ഗുഡ് ഹോപ്പ്, ക്രാഡിൽ ഓഫ് ഹ്യൂമൻ കൈൻഡ്, ഡിസ്ട്രിക്ട് 6 മ്യൂസിയം, ഫ്രീഡം പാർക്ക്, വൂട്ട്രക്ക് മോണ്യുമെന്റ്, നെൽസൺ മണ്ടേല ക്യാപ്ചർ സൈറ്റ്, പിനാക്കിൾ പോയിന്റ് കേവ്സ്, കമ്പനീസ് ഗാർഡൻ. അപ്പോൾ ഇതെല്ലാമാണ് ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ഇൻ സൗത്ത് ആഫ്രിക്ക. ഇതിലൊരു 3-4 പഠിച്ചു വെച്ചിരുന്നാൽ മതി കേട്ടോ, എല്ലാം പഠിക്കണമെന്നില്ല. ഇനി നമുക്ക് ആ സെയിം ക്വസ്റ്റ്യൻ്റെ മലയാളം മീഡിയം നോക്കാം. ആഫ്രിക്കൻ വൻകരയിൽ ദക്ഷിണാഫ്രിക്കയുടെ സ്ഥാനം, തലസ്ഥാനം, പ്രധാന നഗരങ്ങൾ, ചരിത്ര പ്രധാന കേന്ദ്രങ്ങൾ എന്നിവ കണ്ടെത്തുക. സ്ഥാനം: അക്ഷാംശം 22 ഡിഗ്രി തെക്ക് മുതൽ 35 ഡിഗ്രി തെക്ക് വരെ. രേഖാംശം 16 ഡിഗ്രി കിഴക്ക് മുതൽ 33 ഡിഗ്രി കിഴക്ക് വരെ. ഇനി തലസ്ഥാനം: ദക്ഷിണാഫ്രിക്കയ്ക്ക് 3 തലസ്ഥാന നഗരങ്ങളുണ്ട്. ലെജിസ്ലേറ്റീവ് തലസ്ഥാനം കേപ്പ് ടൗൺ, ഭരണനിർവഹണ തലസ്ഥാനം പ്രിട്ടോറിയ, ജുഡീഷ്യൽ ആസ്ഥാനം ബ്ലൂഫോണ്ടെയിൻ. ഇനി പ്രധാന നഗരങ്ങൾ ജോഹന്നസ്ബർഗ്, കേപ്പ് ടൗൺ, ഡർബൻ, പ്രിട്ടോറിയ, പോർട്ട് എലിസബത്ത്, ബ്ലൂഫോണ്ടെയിൻ. ചരിത്ര പ്രധാന കേന്ദ്രങ്ങൾ: റോബൻ ദ്വീപ്, അപ്പാർത്തൈഡ് മ്യൂസിയം, കാസിൽ ഓഫ് ഗുഡ് ഹോപ്പ്, ക്രാഡിൽ ഓഫ് മാൻകൈൻഡ്, ഡിസ്ട്രിക്ട് 6 മ്യൂസിയം, ഫ്രീഡം പാർക്ക്, വൂട്ട്രേക്കർ സ്മാരകം, നെൽസൺ മണ്ടേല ക്യാപ്ചർ സൈറ്റ്, പിനാക്കിൾ പോയിന്റ് ഗുഹകൾ, കമ്പനീസ് ഗാർഡൻ. അടുത്ത ക്വസ്റ്റ്യൻ, ആഫ്രിക്കൻ വൻകരയുടെ തെക്കേയറ്റത്തായി അറ്റ്ലാന്റിക് സമുദ്രതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശം ഏതാണ്? ശുഭപ്രതീക്ഷ മുനമ്പ്. ദ പ്ലേസ് സിറ്റുവേറ്റഡ് അറ്റ് ദ സദേൺ മോസ്റ്റ് ടിപ്പ് ഓഫ് ദി ആഫ്രിക്കൻ കോണ്ടിനെന്റ് ഓൺ ദ ഷോർസ് ഓഫ് അറ്റ്ലാന്റിക്. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ തീരത്തായിട്ട് ആഫ്രിക്കൻ കോണ്ടിനെന്റിൻ്റെ സദേൺ മോസ്റ്റ് സൈഡിൽ ടിപ്പിൽ സ്ഥിതി ചെയ്യുന്നത് എന്താണ്? ദ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്, ശുഭപ്രതീക്ഷ മുനമ്പ്. അടുത്ത ക്വസ്റ്റ്യനെ, വൈ ഈസ് ദ സദേൺ മോസ്റ്റ് ടിപ്പ് ഓഫ് ദി ആഫ്രിക്കൻ കോണ്ടിനെന്റ് നോൺ ആസ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്? ആഫ്രിക്കൻ വൻകരയുടെ തെക്കേയറ്റം ശുഭപ്രതീക്ഷ മുനമ്പ് എന്ന പേരിൽ അറിയപ്പെടാനുള്ള കാരണം എന്താണെന്ന് നോക്കുള്ളൂ. ടു റീച്ച് ദ കൺട്രീസ് ഇൻ ദ ഏഷ്യൻ കോണ്ടിനെന്റ് ലൈക്ക് ഇന്ത്യ, ദ യൂറോപ്യൻസ് ഹാഡ് ടു സെയിൽ ത്രൂ ദ അറ്റ്ലാന്റിക് ഓഷ്യൻ എൻസർക്ലിംഗ് ദ ആഫ്രിക്കൻ കോണ്ടിനെന്റ്.
യൂറോപ്യന്മാർക്ക് ഏഷ്യൻ കോണ്ടിനെൻറ്റിലെ രാജ്യമായ ഇന്ത്യയിൽ എത്തിച്ചേരണമെങ്കിൽ എന്ത് ചെയ്യണം? അറ്റ്ലാന്റിക് ഓഷ്യനിലൂടെ സഞ്ചരിച്ച് എൻസർക്ലിംഗ് ദ ആഫ്രിക്കൻ കോണ്ടിനെൻറ്റ്, ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിനെ ചുറ്റിയാൽ മാത്രമേ എത്തിച്ചേരുള്ളൂ. എവിടെ? ഏഷ്യൻ കോണ്ടിനെൻ്റായ ഇന്ത്യയിൽ. ആസ് ദിസ് കേപ്പ് ഗീവ് ദ നാവിഗേറ്റേഴ്സ് ദ ഹോപ്പ് ടു റീച്ച് ഏഷ്യ, ഇറ്റ് വാസ് നെയിംഡ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. അതായത് ഏഷ്യയിൽ എത്തിച്ചേരാൻ നാവികർക്ക് ഒരു പ്രതീക്ഷ നൽകുന്നു. അതിൻ്റെ ആ ഒരു അർത്ഥത്തിലാണ് ആ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് ആ ഒരു മുനമ്പിന് പേര് കൊടുത്തത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ മലയാളം മീഡിയം നോക്കാം. ആഫ്രിക്കൻ വൻകരയുടെ തെക്കേയറ്റം ശുഭപ്രതീക്ഷാ മുനമ്പ് എന്ന പേരിൽ അറിയപ്പെടാനുള്ള കാരണമെന്ത്? യൂറോപ്യർക്ക് അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലൂടെ ആഫ്രിക്കൻ വൻകരയെ ചുറ്റി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എത്തിയാലേ ഏഷ്യ വൻകരയിലെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് എത്താൻ കഴിയുമായിരുന്നുള്ളൂ. ഏഷ്യയിലേക്ക് എത്താനുള്ള പ്രതീക്ഷ നൽകുന്നത് എന്ന അർത്ഥത്തിൽ ഇവിടം ശുഭപ്രതീക്ഷാ മുനമ്പ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. അടുത്തത് വാട്ട് ഈസ് കോളനൈസേഷൻ, അതായത് എന്താണ് കോളനിവൽക്കരണം? Colonization is the political, social, economic and cultural domination and control of one country over another region and its people. ഒരു രാജ്യം മറ്റൊരു പ്രദേശത്തിൻ്റെയും അവിടുത്തെ ജനങ്ങളുടെയും മേൽ അധികാരം സ്ഥാപിച്ച് രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിനെയാണ് കോളനിവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം മനസ്സിലായ? കോളനൈസേഷൻ ഇസ് ദ പൊളിറ്റിക്കലായിട്ടും സോഷ്യലായിട്ടും എക്കണോമിക്കലായിട്ടും കൾച്ചറലായിട്ടും ഡോമിനേഷൻ വെച്ചാൽ അധീശത്വം സ്ഥാപിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഒരു രാജ്യം ഒരു പ്രദേശത്തിൻ്റെ മേലും അവിടെയുള്ള ജനങ്ങളുടെ മേലും പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്? കോളനിവൽക്കരണം. അടുത്തത്, വെൻ ഡിഡ് യൂറോപ്യൻസ് സ്റ്റാർട്ട് ദെയർ എക്സ്പെഡിഷൻസ് ടു സൗത്ത് ആഫ്രിക്ക? യൂറോപ്യന്മാർ ദക്ഷിണാഫ്രിക്കയിൽ എത്തിത്തുടങ്ങിയത് എപ്പോഴാണ്? 15th സെഞ്ച്വറിയിൽ, അല്ലെങ്കിൽ 15ാം നൂറ്റാണ്ടിൽ. വിച്ച് ഈസ് ദ മേജർ ഡച്ച് കോളനി സൗത്ത് ആഫ്രിക്ക? സൗത്ത് ആഫ്രിക്കയിലെ പ്രധാനപ്പെട്ട ഡച്ച് കോളനി ഏതായിരുന്നു? ഏതാ? കേപ്പ് ടൗൺ. ഡച്ചുകാർ അധീനതയിലാക്കിയ ദക്ഷിണാഫ്രിക്കൻ പ്രദേശം കേപ്പ് ടൗൺ. അടുത്ത ക്വസ്റ്റ്യനെ, വാട്ട് വെർ ദ റീസൺസ് ദാറ്റ് ബ്രിട്ടൻ ട്രൈഡ് ടു കോളനൈസ് സൗത്ത് ആഫ്രിക്ക? ദക്ഷിണാഫ്രിക്കയെ കോളനിയാക്കി മാറ്റാൻ ബ്രിട്ടൻ ശ്രമിച്ചതിനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? ദേ ഡിസൈഡഡ് ടു മേക്ക് സൗത്ത് ആഫ്രിക്ക ദെയർ കോളനി വിത്ത് ദ എയിം. അവരെന്ന് പറയുമ്പോൾ ഈ ബ്രിട്ടൻ ദക്ഷിണാഫ്രിക്കയെ അവരുടെ കോളനിയാക്കാൻ തീരുമാനിച്ചു. ഏത് എയിമോട് കൂടി, ഏത് ഉദ്ദേശത്തോടു കൂടി? വിത്ത് ദ എയിം എന്ന് വെച്ചാൽ ഒരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. എന്തൊക്കെയാണ്? ടു അക്വയർ മോർ ലാൻഡ് ഏരിയാസ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി വേൾഡ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ ലാൻഡ് ഏരിയ അവർക്ക് കൈക്കലാക്കുക. പിന്നെന്താണ്? ടു ക്യാപ്ചർ ദ ഇമ്മൻസ് വെൽത്ത് ഓഫ് ആഫ്രിക്ക. ആഫ്രിക്കയുടെ ഇമ്മൻസ് വെൽത്ത്, അളവറ്റ സമ്പത്ത് അല്ലെങ്കിൽ സ്വത്ത് കൈക്കലാക്കുക. അടുത്ത, ടു എസ്റ്റാബ്ലിഷ് സുപ്രീമസി ഓവർ അതർ യൂറോപ്യൻ കൺട്രീസ്. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെ മേൽ അധികാരം സ്ഥാപിക്കുക, അല്ലേ? സുപ്രീമസി അല്ലെങ്കിൽ അധികാരം സ്ഥാപിക്കുക. അടുത്തത്, ആൻഡ് ടു മേക്ക് ഇറ്റ് എ ടെമ്പററി പോയിന്റ് ഓഫ് ഹോൾഡ് ഓൺ ദെയർ ജേർണി ടു ദ ഏഷ്യൻ കോണ്ടിനെൻറ്റ്. അതായത് ഈ ബ്രിട്ടീഷുകാരുടെ ഏഷ്യൻ കോണ്ടിനെൻറ്റ്, ഏഷ്യ ഭൂഖണ്ഡത്തിലേക്കുള്ള യാത്രയുടെ ഒരു ടെമ്പററി പോയിന്റ് ഓഫ് ഹോൾട്ട് എന്ന് വെച്ചാൽ ഒരു ഇടത്താവളമാക്കുക, ഒരു ടെമ്പററി ആയിട്ടുള്ള ഇടത്താവളമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ബ്രിട്ടീഷുകാർ സൗത്ത് ആഫ്രിക്ക പിടിച്ചെടുക്കാൻ ശ്രമിച്ചത്. ഇനി മലയാളം മീഡിയംകാർ നോക്കിയോളൂ. ദക്ഷിണാഫ്രിക്കയെ കോളനിയാക്കി മാറ്റാൻ ബ്രിട്ടൻ ശ്രമിച്ചതിനുള്ള കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു? ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ ഭൂപ്രദേശങ്ങൾ സ്വന്തമാക്കുക, ആഫ്രിക്കൻ വൻകരയിലെ അളവറ്റ സമ്പത്ത് കൈക്കലാക്കുക, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കുമേൽ അധീശത്വം സ്ഥാപിക്കുക, ഏഷ്യ വൻകരയിലേക്കുള്ള സഞ്ചാരത്തിന് ഇടത്താവളമാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ബ്രിട്ടൻ ദക്ഷിണാഫ്രിക്കയെ കോളനിയാക്കാൻ ശ്രമിച്ചത്. അടുത്തത്, ഹൂ ആർ ബൂവേഴ്സ്? ആരാണ് ബൂവേഴ്സ്? ബൂവേഴ്സ് ആർ ദ descendants of the Dutch, Netherlands, French and the Germans who came to South Africa from Europe. യൂറോപ്പിൽ നിന്ന് സൗത്ത് ആഫ്രിക്കയിൽ എത്തിച്ചേർന്ന ഡച്ചുകാരുടെ വേറൊരു പേരാണ് നെതർലൻഡുകാരെന്ന് പറയും. പിന്നെ ഫ്രഞ്ചുകാർ അല്ലെങ്കിൽ ജർമ്മൻകാരുടെ പിന്മുറക്കാരെയാണ് ഡിസെൻഡൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബൂവേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? മലയാളം മീഡിയംകാർക്കുള്ള നോക്കിയുള്ളൂ. ആരാണ് ബൂവറുകൾ? യൂറോപ്പിൽ നിന്ന് ആദ്യം ദക്ഷിണാഫ്രിക്കയിലെത്തിയ നെതർലാൻഡ് അല്ലെങ്കിൽ ഡച്ച്, പിന്നെ ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യക്കാരുടെ പിന്മുറക്കാരാണ് ബൂവറുകൾ. ഇനി ബൂവർ എന്ന ഡച്ച് പദത്തിൻ്റെ അർത്ഥം എന്താണ്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദി ഡച്ച് വേർഡ് ബൂവർ? എന്താണ് ബൂവർ എന്ന വേർഡിൻ്റെ അർത്ഥം? ഫാർമർ അല്ലെങ്കിൽ കൃഷിക്കാരൻ എന്നാണ് ബൂവർ എന്ന ഡച്ച് വേർഡിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇനി ഹൗ വെയർ ബൂവേഴ്സ് നോൺ ഇൻ ലേറ്റർ ടൈംസ്?
പിൽക്കാലത്ത് ഈ ബൂവറുകൾ എന്തെന്നാണ് അറിയപ്പെട്ടത്? പിൽക്കാലത്തെ ബൂവർ ആഫ്രിക്കാനർ. എന്താണ്? ആഫ്രിക്കാനർ എന്നാണ് അറിയപ്പെട്ടത്. അടുത്ത ക്വസ്റ്റ്യനെ, ഹൗ ഇസ് ദ ലാംഗ്വേജ് ആൻഡ് കൾച്ചർ ഓഫ് ആഫ്രിക്കൻസ് നോൺ? ആഫ്രിക്കാനരുടെ ഭാഷയും സംസ്കാരവും എങ്ങനെയാണ് അറിയപ്പെടുന്നത്? എങ്ങനെയാണ്? ആഫ്രിക്കാൻസ്. എന്താണ്? ആഫ്രിക്കാൻസ്. ആഫ്രിക്കാനരുടെ ഭാഷയും സംസ്കാരവും ആഫ്രിക്കാൻസ് എന്നറിയപ്പെട്ടു. ആഫ്രിക്കാനർ എന്ന ആ വംശത്തിൻ്റെ ഭാഷയും സംസ്കാരവും എന്തെന്നറിയപ്പെട്ടു? ആഫ്രിക്കാൻസ്. കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനെ, ഹൗ ഡിഡ് കോളനൈസേഷൻ പ്രോജക്ട്സ് ഓഫ് ദി ബ്രിട്ടീഷ് അഫക്ട്സ് ബൂവേഴ്സ്? ഈ ബ്രിട്ടൻ നടപ്പിലാക്കിയ കോളനിവൽക്കരണ പദ്ധതികൾ ബൂവർമാരെ എങ്ങനെയൊക്കെയാണ് ബാധിച്ചത്? നോക്കിയോളൂ. റെസ്ട്രിക്ഷൻസ് വെയർ ഇമ്പോസ്ഡ് ഓൺ ഡച്ച് ലാംഗ്വേജ്. ഡച്ച് ഭാഷയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തി. ഒന്നാമത്തത്, ഡച്ച് ഭാഷയ്ക്ക് അവരെന്ത് ചെയ്തു? ഉപരോധം ഏർപ്പെടുത്തി, റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നു. ഇംഗ്ലീഷ് വാസ് മെയ്ഡ് ദ സോൾ ലാംഗ്വേജ് ഓഫ് കേപ്പ് കോളനി. കേപ്പ് കോളനിയിലെ ഏക ഭാഷ എന്താക്കി മാറ്റി? ഇംഗ്ലീഷ് ആക്കി മാറ്റി. വേറൊരു ഭാഷയും യൂസ് ചെയ്യാൻ പാടില്ല, ഇംഗ്ലീഷ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത്, ബ്രിട്ടീഷ് അബോളിഷ്ഡ് സ്ലേവറി ഇൻ ദെയർ കോളനീസ്. ബ്രിട്ടൻകാർ അവരുടെ കോളനികളിൽ എന്ത് അബോളിഷ് ചെയ്തു? സ്ലേവറി അല്ലെങ്കിൽ അടിമത്തം അബോളിഷ് ചെയ്തു, അടിമത്തം നിർത്തലാക്കി. ദിസ് അഡ്വേഴ്സ്ലി അഫക്റ്റഡ് ദ ബൂവേഴ്സ്. ഇത് ആ ബൂവേഴ്സ് വളരെ പ്രതികൂലമായി ബാധിച്ചു. അഡ്വേഴ്സ്ലി അഫക്റ്റഡ്, പ്രതികൂലമായി ബാധിച്ചു. എന്താണ്? ഹു യൂസ്ഡ് സ്ലേവ്സ് ടു കൾട്ടിവേറ്റ് ദെയർ ലാൻഡ്സ്. ഈ ബൂവേഴ്സ് അവരുടെ ലാൻഡ് കൾട്ടിവേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൃഷി ഭൂമിയിൽ പണിയെടുക്കാൻ വേണ്ടിയിട്ട് ആരെയാണ് ഉപയോഗിച്ചിരുന്നത്? ഈ സ്ലേവ്സിനെയാണ്, അടിമകളെയാണ് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് അത് അവരെ വളരെയധികം പ്രതികൂലമായി ബാധിച്ചു. ഇത്രയാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ നോട്ട്. നമുക്ക് ബാക്കി നോട്ട് അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യാം കേട്ടോ.